നമ്മൾ ദേവികുളം ജസ്റ്റ് പാസ് ചെയ്തിട്ടാണ് ലോക്കാട് ടീ ഫാക്ടറിയിലേക്ക് പോകുന്നത്. ദേവികുളത്തെ പറ്റിയിട്ടൊരു സ്പെഷ്യൽ എഡിഷൻ തന്നെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദേവികുളം നല്ലൊരു ഓപ്ഷനാണ്. ഹോം സ്റ്റേ കോട്ടേജുകൾ സ്റ്റേ ചെയ്യാനായിട്ട് നോക്കുന്നവർക്ക് ദേവികുളം നല്ലൊരു ഓപ്ഷനാണ്. ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ ദേവികുളത്തേക്ക്. ഏകദേശം പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ദേവികുളത്ത് എത്തിച്ചേരാം. നമ്മളിപ്പോൾ ഏകദേശം തേക്കടി റോഡിൽ, അതായത് നമ്മുടെ ടൗണിൽ നിന്ന് തേക്കടി റോഡിൽ 11 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരേ ഒരു ടോൾ പ്ലാസയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റായ ലോക്കാട് ടീ ഫാക്ടറി. അപ്പോൾ നമുക്ക് അതും കൂടെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മളൊരു 12 കിലോമീറ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഏകദേശം ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കാട് ടീ ഫാക്ടറിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോക്കാട് ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ്. സോ ഇവിടെ നമുക്ക് ഫാക്ടറി വിസിറ്റിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ പെർ ഹെഡ് നമുക്ക് ഒരാൾക്ക് വരുന്നത് 250 രൂപയാണ്. കുട്ടികൾക്ക് 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ളവർക്ക് 100 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ IV ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് നമ്മുടെ ഫാക്ടറിയുടെ ഒരു മെയിലുണ്ട്, അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർ ഹെഡ് നമുക്ക് 100 രൂപയാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഫാക്ടറിയിലേക്ക് പോയിട്ട് നമുക്ക് ഫാക്ടറി വിസിറ്റ്, ടീ മ്യൂസിയം ഉണ്ട്, നമുക്ക് ഫാക്ടറി വിസിറ്റും ഉണ്ട്. സോ രണ്ടും നമുക്ക് വിസിറ്റ് ചെയ്യാം. ഓക്കെ, പോരും. അങ്ങനെ നമ്മൾ ലോക്കാട് ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്നും കൃത്യമായിട്ട് പറഞ്ഞാൽ 12 കിലോമീറ്ററാണ് ദൂരപരിധി വരുന്നത് തേക്കടി റോഡിൽ. ഓക്കെ, മൂന്നാറിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ലോക്കാട് ടീ ഫാക്ടറി. കാര്യം അത്രയും ഡീറ്റെയിൽ ആയിട്ട്, കാര്യം ഒരു തേയില നമുക്ക് എങ്ങനെ ഒരു ചായപ്പൊടിയിലേക്കുള്ള ആ ഒരു പ്രോസസ്സിങ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് നേരിട്ട് കാണാം. ഒരു ഡെമോ അല്ല, ശരിക്കുമുള്ള അവർ ഫാക്ടറിക്ക് ഉള്ളിലുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതായത് ടീ പ്രോസസ്സിങ് നടക്കുന്നത് എന്തൊക്കെയാണോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവരുടെ കൂടെ തന്നെ, നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ എൻട്രൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് എൻട്രൻസ് ഫീസ് ഇല്ല. 8 വയസ്സിനും 14 വയസ്സിനും ഉള്ള കുട്ടികൾക്ക്, 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 100 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ 14 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരേ റേറ്റാണ്, 250 രൂപയാണ്. അത് ഇന്ത്യൻസിന്, ഫോറിനേഴ്സിന് എല്ലാം, ടൂറിസ്റ്റുകൾക്കെല്ലാം ഒറ്റ റേറ്റാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. 250 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ
നമ്മുടെ കോളേജിൽ നിന്ന് വരുന്നവർക്ക് IV ചെയ്യാനായിട്ടും ഇതൊരു ഓപ്ഷൻസാണ്. ചെയ്യേണ്ടത് നിങ്ങൾ ഇത്ര മാത്രമാണ്. കോളേജിൽ നിന്നും ഒരു മെയിൽ നമ്മുടെ ലോക്കാർഡ് ഫാക്ടറിയിലേക്കുള്ള ഒരു മെയിലിലേക്ക് മെയിൽ ചെയ്യുക, പെർമിഷൻ മേടിക്കുക. ആ ലെറ്റർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് IV ചെയ്യേണ്ടവർക്ക് നമുക്ക് IV ചെയ്യാം. IV ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റുഡൻസിന് പെർ ഹെഡ് നമുക്ക് വരുന്നത് 100 രൂപ മാത്രമാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം. അവിടെ നമുക്ക് നമ്മുടെ ഗൈഡ് അവിടെ വെയിറ്റിങ്ങിലാണ്. അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചേച്ചി മണിമേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇന്ന് ഗൈഡിങ്ങിന് നിൽക്കുന്നത് മണിമേഖല എന്ന് പറഞ്ഞ ചേച്ചിയാണ്. പുള്ളിക്കാരി ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗമാണ് എൻട്രൻസ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ മുതൽ നമുക്കൊരു നമുക്ക് ഗൈഡിങ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ചേച്ചി. എൻ്റെ പേര് മണിമേഖല. ഓക്കെ, ഞാൻ നിങ്ങൾ എങ്ങനെയാണ് ഫാക്ടറി ടൂർ മീൻസ് ഫ്രഷ് ലീഫ് ടു പാക്കിംഗ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം നമ്മൾ ഇവിടെയാണ് തുടങ്ങുന്നത്. നമ്മൾ ഫീൽഡിൽ നിന്ന് ഫ്രഷ് ലീഫ് പ്ലക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ ലീഫ് അൺലോഡിങ് ചെയ്യുന്നത്. 3 ഫ്ലോറിലോട്ടാണ് നമ്മൾ ലീഫ് അൺലോഡിങ് ചെയ്യുന്നത്. ഈ ലിഫ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീഫ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമുക്ക് പ്ലക്കിംഗ് കഴിഞ്ഞിട്ട് വരുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഫാക്ടറിയിലോട്ട് എൻട്രി ആയി കഴിഞ്ഞാൽ ഇതാണ് അൺലോഡിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നമ്മുടെ എൻട്രൻസ് ഇതാണ്. ഫസ്റ്റ് പ്രോസസ്സിങ് കാണിച്ചു കഴിഞ്ഞു. നമ്മുടെ എൻട്രൻസ് ഈ വഴി കൂടെയാണ്. ഓക്കെ, വാ പോകാം ചേച്ചി. ലിഫ്റ്റ് ചെയ്ത് കയറി വരുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഇതിന് ശേഷമുള്ള സ്റ്റെപ്പ് ഇപ്പോൾ ചേച്ചി പറഞ്ഞു തരും ബാക്കിയുള്ളത്. നമുക്ക് ലീഫ് അൺലോഡിങ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഫാക്ടറിയിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയും. നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത് 1936 ഫാക്ടറിയാണ്, ബ്രിട്ടീഷേഴ്സ് ഫാക്ടറിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് 1936 ബ്രിട്ടീഷേഴ്സ് ആണ്. പക്ഷേ ഇപ്പോൾ ഇത് വന്നിട്ട് ഇന്ത്യൻ കമ്പനിയാണ്. RPG ഗ്രൂപ്പ്, സഞ്ജീവ് ഗോയങ്കയുടെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എബവ് 100 ടീ ബ്രാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. കുറേ ടീ ബ്രാൻഡ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ് മാനുഫാക്ചറിങ്. ഒന്നെന്ന് പറയുന്നത് ഓർത്തഡോക്സും അനദർ വൺ CTC എന്ന് പറയും. CTC എന്ന് പറഞ്ഞാൽ ക്രഷിങ്, ടിയറിങ് ആൻഡ് കേളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അരച്ച് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതിനകത്ത് വരുന്ന ഈ സ്റ്റെമ്മും ഈ ഫൈബറും ലീവ്സും ഇതെല്ലാം കൂടെ അരച്ച് ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് CTC എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഈ ലീഫ് മാത്രം എടുക്കും, ഈ സ്റ്റെമ്മും ഫൈബറും 100% റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോക്കാർഡ് ടീ ഫാക്ടറി എന്ന് പറയുന്നത് ഓർത്തഡോക്സ് മാനുഫാക്ചറിങ് ആണ്. നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ലീഫ് പ്രോഡക്ട്സ് ആണ്. ഈ സ്റ്റെമ്മും ഫൈബറും നമ്മുടെ കമ്പനിയിലെ വേസ്റ്റേജ് ആണ്. ഈ സ്റ്റെമ്മും ഫൈബറും കളറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഹെണ്ണ, ഹെയർ ഡൈ, മെഗന്തി, ഇൻസ്റ്റൻറ്റ് ടീ ബാഗ്സിലൊക്കെ വരുന്നതാണ് ഈ സ്റ്റെമ്മും ഈ ഫൈബറും. നമ്മുടെ ഈ ലോക്കാർഡ് ടീ ഫാക്ടറിയിൽ നമ്മൾ ഓർത്തഡോക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ 3 ടൈപ്സ് ഓഫ് ടീ ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് ടീ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ ആണ്. വൈറ്റ് ടീ എന്ന് പറഞ്ഞാൽ ടോപ്പ് ടെൻഡർ ബഡ് മാത്രം എടുക്കും, ഈ മൊട്ട് മാത്രം. ഇതാണ് വൈറ്റ്. ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത് ഹാൻഡ് പ്ലക്ക് ആണ്. നമ്മുടെ വർക്കേഴ്സ് പോയിട്ട് ഈ വൈറ്റ് ടീ മാത്രം നമുക്ക് ഇങ്ങനെ ഹാൻഡ് പ്ലക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ഈ വൈറ്റ് ടീ നമ്മൾ റൂം ടെമ്പറേച്ചറിനകത്ത് UV ലാമ്പ് ഡയറക്റ്റ് സൺലൈറ്റിനകത്ത് ഡ്രൈ ചെയ്യും. അങ്ങനെ പാക്കിങ്ങിന് പോകും. ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത് 100% മാനുവൽ പ്രോസസ്സാണ്, 100% ഓൺ ടീ ഓക്സിഡൻ്റ് ആണ്. ഈ വൈറ്റ് ടീ നമ്മൾ ഹെൽത്തി വൈസ് മോർ ബെനിഫിഷ്യർ ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഈ ടോപ്പ് 2 ലീഫും ഒരു ബഡുമാണ് നമ്മൾ ഗ്രീൻ ടീക്ക് എടുക്കുന്നത്. ഈ ബഡ് മാത്രം നമ്മുടെ വൈറ്റ് ടീയിലോട്ട് പോകും. ഈ 2 ലീഫും ഒരു ബഡ് നമ്മുടെ ഗ്രീൻ ടീയിലോട്ട് പോകും. ഗ്രീൻ ടീ നമ്മൾ ഹാൻഡ് പ്ലക്കാണ് ചെയ്യുന്നത്. മാനുവലായിട്ട് പ്ലക്ക് ചെയ്ത് 105 to 110 ഡിഗ്രി സെൽഷ്യസിൽ ഡ്രൈ ചെയ്ത് നമ്മൾ മാനുവലായിട്ട് ഈ ലീഫും സ്റ്റെമ്മും റിമൂവ് ചെയ്യും. ലീഫ് പാക്കിങ്ങിന് പോകും, സ്റ്റെമ്മ് നമ്മുടെ വേസ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് തേർഡ് വൺ ആണ് ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് ഈ ടോപ്പ് 2 ലീഫും ഒരു ബഡും ഫസ്റ്റ് ക്വാളിറ്റി ബ്ലാക്ക് ടീ.
അത് കഴിഞ്ഞിട്ട് വരുന്ന ലീഫൊക്കെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ആയിട്ട് നമ്മൾ സെഗ്രിഗേഷൻ ചെയ്യും. നമ്മൾ ക്വാളിറ്റി വൈസ് സെഗ്രിഗേഷൻ ചെയ്യുന്നത് ബ്ലാക്ക് ടീക്ക് മാത്രമേ ഉള്ളൂ. വൈറ്റും ഗ്രീനും നമ്മുടെ ഒരേ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. നമ്മൾ വൈറ്റ് ടീക്ക് എന്ന് പറയുന്നത് 2 മാനുവൽ പ്രോസസ്സാണ്. ഗ്രീൻ ടീക്ക് 3 മെഷീനറി പ്രോസസ്സ്, ബ്ലാക്ക് ടീക്ക് 6 മെഷീനറി പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ പേര് വിതറിംഗ് എന്ന് പറയും. വിതറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ലീഫ് പ്ലക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 90% ഈരപ്പദം, 90% മോയ്സ്ചറൈസ് കാണും. അത് 90% മോയ്സ്ചർ, 90% ഓഫ് മോയ്സ്ചർ വന്നിട്ട് നമ്മൾ 56 to 60 ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ വിതറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ വിതറിംഗ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നതിനകത്ത് ഏറ്റവും ലോങ് പ്രോസസ്സ്. 18 to 20 hours ആണ് ലീഫ് ഇവിടെ ഉള്ളത്. നമ്മൾ വിതറിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഫ് എല്ലാം മാനുവലായിട്ട് കളക്ട് ചെയ്തിട്ട് സെക്കൻഡ് പ്രോസസ്സിലോട്ട് ഫോർവേഡ് ചെയ്യും. നമ്മുടെ ഫാക്ടറിയിൽ ഈ 3 ഫ്ലോറും ബോത്ത് 2 സൈഡ്സും നമ്മൾ ഈ പ്രോസസ്സാണ് ചെയ്യുന്നത്. വിതറിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ പെർ ഡേ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 22 tons ആണ്. ഓക്കെ, 22 ടൺ ആണ് നമ്മുടെ പെർ ഡേ ദിസ് ഫാക്ടറി മാനുഫാക്ചറിങ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഫെല്ലാം മാനുവലായിട്ട് കളക്ട് ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്, ഇവിടാണ് നമ്മൾ ലീഫൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്. ഓക്കെ, ഈ വഴിയാണ്. ഓക്കെ, അത് 20 മണിക്കൂറത്തെ പ്രോസസ്സിന് ശേഷം നമ്മൾ മാനുവലായിട്ട് ലീഫ് കളക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഈ ലീഫ് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് തുറന്നു കാണിക്കുക വെച്ച്. സോ ഈ വഴിയാണ് താഴേക്ക്. ഓക്കെ, അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്ര ഏതൊക്കെ സൈഡിലുള്ള എസ്റ്റേറ്റിൽ നിന്നായിരിക്കും ഇത് വരുന്നത്? നമുക്ക് വരുന്നത് ലോക്കാട്, നമ്മുടെ മാനില, പൂപ്പാറ, ആനയിറങ്കല്, പന്നയാറ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 22 tons വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ പേര് റോളിംഗ് എന്ന് പറയും. വിതറിങ് കഴിഞ്ഞതിന് ശേഷം ലീവ്സ് എല്ലാം നമ്മൾ ഈ റോളർ മെഷീനകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, അതായത് നമ്മൾ മുകളിൽ നിന്ന് ഇടുമെന്ന് പറഞ്ഞല്ലേ? മുകളിൽ നമ്മൾ ഇടുമെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഭാഗത്താണ് ആ ഒരു ഹോൾ, അതാണ് ഹോൾ കേട്ടോ. ആ ഹോളിൽ കൂടെ ലീവ്സ് താഴെ വന്നതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സിങ് വരുന്നത്. അത് ചേച്ചി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ റോളിംഗ് ചെയ്യുന്ന പ്രഷറുണ്ട്, അതെന്ന് പറയുന്നത് നമ്മുടെ നോ പ്രഷർ, മീഡിയം പ്രഷർ ആൻഡ് ഹൈ പ്രഷറാണ്. അങ്ങനെ നമ്മൾ 50 മിനിറ്റ്, 40 മിനിറ്റ്, 30 മിനിറ്റ് ആണ് ലീഫ് റോൾ ചെയ്യുന്നത്. ആ റോളിംഗ് കഴിഞ്ഞതിന് ശേഷം ലീവ്സ് എല്ലാം നമുക്ക് ഈ ഫിൽട്ടർ മെഷീനകത്ത് വരും. ഈ ഫിൽട്ടർ മെഷീൻ്റെ പേര് നമ്മൾ ഗൂഗി മെഷീൻ എന്ന് പറയും. നമ്മുടെ യഥാർത്ഥ ചതടയില്ലയോ അതുപോലെയാണ്. ഈ ഗൂഗി മെഷീനകത്ത് നമുക്ക് വേരിയസ് സൈസ് ആ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് വന്നിട്ട് നമുക്ക് സൈസ് വൈസ് ലീവ്സ് സെഗ്രിഗേഷൻ ചെയ്ത് വരും. സ്മോളർ വൺ, ബിഗർ വൺ ആൻഡ് ബിഗർ വൺ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി സെഗ്രിഗേഷൻ ചെയ്ത് കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ബ്ലാക്ക് ടീ മാത്രം. ഓക്കെ, നമ്മൾ റോൾ ചെയ്യുന്ന പ്രഷർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ മെഷീനറിയാണ് ശരിക്കും ഇവിടെ? എല്ലാ മെഷീനറി സെയിം തന്നെയാണ്. ഇതിനകത്ത് ഇടുന്ന ലീഫ് 50 മിനിറ്റ് റോൾ ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി ഇതിലേക്ക് വരും. നമുക്ക് സൈസ് വൈസ് സെഗ്രിഗേഷൻ ചെയ്ത് കിട്ടും. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബിഗ് ബൾക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് എഗൈൻ ഗ്രൈൻഡിങ്ങിന് പോകും. അതാണ് 40 മിനിറ്റ് ഗ്രൈൻഡിങ്. അത് പിന്നെ ആ മെഷീനകത്ത് പോകും. പിന്നെ അവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, 1 സെക്കൻഡ്. നമുക്ക് അതായത് നമ്മൾ ഈ ഒരു മെഷീനറിയിൽ അരഞ്ഞതിന് ശേഷം അല്ലേ, ഇത് റോൾ ചെയ്തതിന് ശേഷമാണ് ഫിൽറ്ററിലോട്ട് വരുന്നത്. ഓക്കെ, സോ ഈ മെഷീനറികളിലാണ് നമുക്ക് റോൾ ചെയ്തിട്ട് ഈ ഒരു ഇതിൽ നമുക്ക് ഫിൽറ്റർ ആവും. ഈ മൂന്ന് സൈസ് ഓഫ് ഫിൽറ്ററാണ്. സോ ഇതിലാണ് നമുക്ക് ഗ്രേഡ് ആയിട്ട് മാറുന്നത് അല്ലേ ചേച്ചി? ഓക്കെ, ഇതിലാണ് നമുക്ക് സൈസ് വൈസ് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി നമ്മൾ സെഗ്രിഗേഷൻ ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അതാണ് ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ ഈ കാണുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ഒരു 3 ക്വാളിറ്റിയും
വരുന്നത് ഇതിൽ തന്നെയാണ്. ഓക്കെ, ആ ഗ്രേഡ് അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3ആയിട്ട് തരം തിരിഞ്ഞായിരിക്കും നമുക്ക് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്പേസിൽ ഈ ഒരു 2 പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് അത് നമ്മുടെ ലീവ്സ് നന്നായിട്ട് കുഴയ്ക്കുന്നു. അതിനുശേഷം ഇതേണ്ട ഈ ഒരു നെറ്റിലേക്ക് പോകുന്നു. ഈ നെറ്റിലാണ് ഞാനിപ്പോൾ കാണിച്ചതുപോലെ 3 സൈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാളിറ്റിയിലേക്ക് ഔട്ട് കിട്ടുന്നത്. സോ ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു മെഷീനറി നടക്കുന്നത്. ഓക്കെ, നമുക്കിത് മൊത്തം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ 3ാമത്തെ പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ പേര് ഫെർമെൻറ്റേഷൻ എന്ന് പറയും. നമുക്ക് റോളിങ് ചെയ്ത് ഗ്രേഡിങ് ആയതിനു ശേഷം നമ്മൾ ലീവ്സ് എല്ലാം ഇവിടെയാണ് ഇടുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ടീക്ക് മാത്രമേ ഉള്ളൂ, ഗ്രീൻ ടീക്ക് ഇല്ല. ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവുന്നതാണ്. നമ്മുടെ ഗ്രീൻ കളർ ലീവ്സ് ഒക്കെ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ആവാൻ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളർ ആയിരിക്കും. അതാണ് ഓക്സിഡേഷൻ എന്ന് പറയും. ആ പ്രോസസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് ടൈമിങ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫെർമെൻറ്റേഷൻ ചാർട്ട്. 15 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മുടെ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുന്നത് 130 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ 32 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മുടെ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുന്നത് 55 മിനിറ്റ്സ് ആണ്. ഇത് ബ്ലാക്ക് ടീക്ക് മാത്രമേ ഉള്ളൂ, ഗ്രീൻ ടീക്ക് ഇല്ല. ഇവിടെയാണ് നാച്ചുറൽ ആയിട്ട് കളർ ചേഞ്ച് ആവുന്നത്, നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്നത്, നാച്ചുറൽ അറോമ കിട്ടുന്നതും നമ്മൾ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഗ്രീൻ ടീക്ക് ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. ഈ പ്രോസസ്സിന്റെ പേര് ഡ്രൈയിങ് എന്ന് പറയും. നമ്മളിവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ നമ്മൾ ലീഫ് ഡ്രൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 to 110 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ലീഫ് ഡ്രൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിതറിങ് പ്രോസസ്സിൽ നമ്മൾ കുറച്ച് ഈരപ്പദം കീപ്പ് ചെയ്യുന്നു. ഇവിടെ ആകുമ്പോഴത്തേനും ആ ഫുൾ ഈരപ്പദം നമ്മൾ ഫുള്ളും കുറയ്ക്കും. ഇവിടെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2.5-ലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. 6 to 60% ആ മോയ്സ്ചർ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 22 മിനിറ്റ്സിൽ ഡ്രൈ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഫൈനൽ ഔട്ട്പുട്ടിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 2.5 ആണ്. 2.5 ആണ്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ടീ റെഡി. ഇതിൽ വരുന്നത് നമുക്ക് ബ്ലാക്ക് ടീ മാത്രമാണോ? ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ നമുക്ക് ഫ്രഷ് ലീഫ് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡ്രൈ ചെയ്യും. ലീഫ് ഡ്രൈ ചെയ്യും. പിന്നെ നമ്മൾ മാനുവലായിട്ട് ലീഫും സ്റ്റെമ്മും സെപ്പറേറ്റ് ചെയ്തിട്ട് ലീഫ് പാക്കിങ്ങിന് പോകും, സ്റ്റെമ്മ് വേസ്റ്റേജ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നതാണ് നമുക്ക് നമ്മളെ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ചായ. ഇതാണ് നമ്മുടെ ചായ. ശരിക്കും നമ്മുടെ ഈ ഫാക്ടറിയുടെ ഇലത്തേയില എന്നല്ലേ പറഞ്ഞ ലീഫ് അല്ലേ, ഇതാണ് നമ്മുടെ ലീഫ്. ഇപ്പൊ നമുക്ക് ചായ ഇട്ട് കുടിക്കാം. ഇത് നമുക്ക് ചായ ഇട്ട് കുടിക്കാം. ഇത് നമ്മൾ റെഡി ഫോർ കൺസ്യൂമിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള റെഡിയായി, പക്ഷെ പാക്കിങ്ങിന് റെഡി ആയിട്ടില്ല. സോ പാക്കിങ്ങിന് ഇനിയും കുറച്ചും കൂടെ നമ്മൾ സ്റ്റെമ്മും ഫൈബറും റിമൂവ് ചെയ്തിട്ട് പാക്കിങ്ങിന് പോകും. ഓക്കെ, സോ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 105 മുതൽ 110 ഡിഗ്രി വരെയാണ്. സോ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ അലൗഡ് ഉള്ളൂ, ഇതിനകത്തേക്ക് പോകാൻ പാടില്ല. പ്രോസസ് എന്ന് പറയുന്നത്, ഈ പ്രോസസ്സിന്റെ പേര് ഷിഫ്റ്റിംഗ് എന്ന് പറയും. മെഷീൻ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് മെത്തേഡ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റ്, ഇപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന സ്കെയിൽ എടുത്തിട്ട് തലയിൽ തേക്കുമ്പോൾ ആ സ്കെയിൽ പേപ്പറിനെ ഒബ്സർവ് ചെയ്യത്തില്ലേ, ആ സെയിം മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് മെത്തേഡ്. അതിനകത്തുള്ള മാഗ്നറ്റ് ഈ ലെസ് വെയിറ്റ് ഓഫ് ദ ഫൈബറിനെ ഒബ്സർവ് ചെയ്യും. അപ്പം നമ്മളിവിടെ 100% ആ ഫൈബറിനെ റിമൂവ് ചെയ്യും. ഈ ഫൈബർ സ്റ്റെംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയിലെ വേസ്റ്റേജ് ആണ്. ഇതാണ് ഹെന്ന, ഹാർഡൈ, മെഗന്തി, ഇൻസ്റ്റന്റ് ടീ ബാഗിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫാക്ടറിയിൽ ഇത് വേസ്റ്റേജ് ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. സോ ഇതിൽ നിന്നുമാണ് നമുക്ക് ഫൈബർ റിമൂവ് ചെയ്യാൻ. ഫൈബർ ഇപ്പോൾ ഇത് നമുക്ക് ഫൈബർ അല്ലേ? ഇതാണ് ഫൈബർ. സോ ഇതാണ് ഫൈബർ വരുന്നത്. ഈ ഫൈബർ നമുക്ക് യൂസേജ് വരുന്നത് കളറിങ്ങിന് ഹെന്ന, ഹാർഡൈ, മെഗന്തി അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ടീ ബാഗിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടീ ബാഗിലൊക്കെ ഈ ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഇൻസ്റ്റന്റ് ടീ ബാഗിൽ ഇത് ഇൻസ്റ്റന്റ് ടീ ആയിട്ടോ അതോ ടീ ആയിട്ട് ഇത് അരച്ചിട്ട് ടീ ബാഗിലേക്ക് പോകുന്നത്. സോ ഇതാണ് ഇൻസ്റ്റന്റ് ടീക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും പോകുന്നത്. അല്ലാതെ നമ്മൾ ഔട്ടറിലേക്ക് പുറത്തേക്ക് പോകുന്നത് ഇതിൻ്റെ
നമ്മുടെ കളറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അത് ഏതൊക്കെ പ്രോഡക്റ്റ് കഴിച്ച് നമ്മുടെ മെഗന്തി ഹെന്ന ഹെയർ ഡൈസിലൊക്കെ യൂസ് ചെയ്യുന്നത്? ഓക്കെ. സോ ബാക്കി മീൻസ് ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് റിമൂവ് ആവുന്നത്? ഫൈബർ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന ലീഫും സ്റ്റെമ്മും ഫൈബർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ലീഫും സ്റ്റെമ്മും നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിലോട്ട് ഫോർവേഡ് ചെയ്യും. ആ ലാസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ സ്റ്റെം റിമൂവ് ചെയ്യും, ലീഫ് മാത്രം നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ. ആ സ്റ്റെമ്മ് നമുക്ക് പിന്നെ സ്റ്റെമ്മും നമ്മൾ സെയിം തന്നെ കളറിങ്ങിന് വേണ്ടിയിട്ട് പോകത്തുള്ളൂ. സോ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഫ് ആയിരിക്കും, മാത്രമേ ഉള്ളൂ, ഇല മാത്രമായിരിക്കും. ഓക്കെ. സോ ഇവിടെ ഇതാണ് ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ ചായപ്പൊടിയുടെ ഒരു ഫൈനൽ പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ പേര് കളർ സോർട്ടിംഗ് എന്ന് പറയും. നമ്മുടെ ലോക്കാ ടീ ഫാക്ടറിയിൽ നമ്മൾ ഒരേ ഒരു ടെക്നോളജി മെഷീൻ യൂസ് ചെയ്യുന്നത് ഈ കളർ സോർട്ടർ മെഷീനാണ്. ഈ കളർ സോർട്ടർ മെഷീനകത്ത് 40 സൈസ് ഓഫ് സെൻസർ ക്യാമറാസ് ഉണ്ട്, 4 സൈസ് ഓഫ് ഫാൻസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഈ ഫാൻസ് കറങ്ങി വരുമ്പോൾ നമുക്ക് കളർ വൈസ് സെഗ്രിഗേഷൻ ചെയ്യാൻ പറ്റും. ഡാർക്ക് ആൻഡ് ലൈറ്റ്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. ഈ ക്യാമറ സെഗ്രിഗേഷൻ ചെയ്ത് നമുക്ക് ഡാർക്കും ലൈറ്റും ബ്ലാക്കും ബ്രൗണും. അതെന്ന് പറയുമ്പോൾ ലീഫും സ്റ്റെമ്മും ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇവിടെ 100% സ്റ്റെമ്മ് റിമൂവ് ചെയ്യും, ലീഫ് മാത്രം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിന് എടുക്കും. ഈ ലീഫ് എന്ന് പറയുന്നത് റെഡി ഫോർ പാക്കിംഗ് ആണ്. ഈ സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയിലെ വേസ്റ്റേജ് ആണ്. ഓക്കെ. സോ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പെട്ടെന്നൊരു നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ. ഇതിനകത്ത് ആസ് വെൽ ലീഫും ഉണ്ട്, പക്ഷെ നമ്മൾ അഗൈൻ സോർട്ട് ചെയ്യും. പക്ഷെ ഇതെന്ന് പറയുന്നത് പ്യൂർ ലീഫ് മാത്രമാണ്. ഓക്കെ ഓക്കെ. സോ ഇത് ഇനിയും നമുക്കിത് വേസ്റ്റേജ് ആയിട്ട് മാത്രമാണ് അഗൈൻ സോർട്ടിംഗ് ചെയ്തിട്ട് 100% സ്റ്റെം റിമൂവ് ചെയ്യും. വീണ്ടും ഇത് ഇതിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും നമുക്ക് കളർ സോർട്ടിങ്ങിനോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്ക് പാക്കിങ്ങിലാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഫൈനലാണ്. സോ ഇതാണ് നമ്മുടെ ലോങ് ലീഫ് ബ്ലാക്ക് ടീ എന്ന് പറയും. ഇത് പാക്കിങ്ങിന് റെഡിയാണ്. ഈ ഫാക്ടറി നമുക്ക് 85% എക്സ്പോർട്ടിംഗ് ആണ്. നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇല്ല, ഇന്ത്യൻ മാർക്കറ്റ് ഇല്ല, ഫുൾ എക്സ്പോർട്ടിംഗ് ആണ്. സോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ടിംഗിലേക്ക് ഫുൾ എക്സ്പോർട്ടിംഗ് ആണ്. നമുക്ക് എന്നും നമുക്ക് അൺലോഡിംഗ് ചെയ്ത് കൊച്ചിയിലോട്ട് പോകും. നമ്മുടെ ഗോഡൗൺ കോയമ്പത്തൂരുണ്ട്, അവിടെയും പോകും. അവിടെ നിന്ന് എല്ലാ സാറ്റർഡേയും നമുക്ക് ലേലം വിളിച്ച് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസിലേക്ക് വരുന്നത് ഇതിന്റെ ഇത്ര പെർസെന്റേജ് ആണോ? ഇതിന്റെ 15% നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ സെയിൽസ്, 15% മാത്രം. സോ ബാക്കിയുള്ള ഒരു 85%ഓളം നമുക്ക് പുറത്തേക്ക് എക്സ്പോർട്ടിങ് തന്നെയാണ്. ഓക്കെ. സോ ഇതിൽ നിന്നും നേരെ പോകുന്നത് കൊച്ചിയിൽ നിന്നും നേരെ യൂറോപ്പ്. കൊച്ചിയിലും കോയമ്പത്തൂരിലേക്കും പോകുന്നുണ്ടോ? കൊച്ചിയിലും ഉണ്ട് നമുക്ക് ഗോഡൗൺ, കോയമ്പത്തൂരുണ്ട്. അവിടെ നിന്ന് എല്ലാ സാറ്റർഡേയും നമുക്ക് ലേലം വിളിച്ചിട്ടാണ് നേരെ ബയ്യേഴ്സ് വന്നിട്ട് ലേലം വിളിച്ച് ബൈ ചെയ്ത് അവർ പോയിട്ട് അവരുടെ ബ്രാൻഡിലാണ് അവർ വിൽക്കുന്നത്, നമ്മുടെ ബ്രാൻഡല്ല. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇതിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ചേച്ചി, അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഒന്ന് പറയാമോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഈ ലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കളർ സോർട്ടർ മെഷീനകത്ത് നമ്മൾ ലീഫും സ്റ്റെമ്മും നമ്മൾ റിമൂവ് ചെയ്യും. ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് കളറും സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് കളറുമാണ്. ഇവിടെ നമ്മുടെ 100% സ്റ്റെമ്മ് റിമൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലീഫ് മാത്രം ഔട്ട്പുട്ടിന് എടുക്കുന്നുണ്ട്. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ലീഫ് റെഡി ഫോർ പാക്കിംഗ് ആണ്. സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയിലെ വേസ്റ്റേജ് ആണ്. സോ അല്ല, ഇതൊന്നും കൂടി പോകുന്നുണ്ട് അല്ലേ? നമ്മൾ ഇതിനകത്ത് ആസ് വെൽ ലീഫ് ഉള്ളത് കൊണ്ട് അഗൈൻ സോർട്ടിങ്ങിന് പോകുന്നുണ്ട്. സോ അതിൽ നിന്ന് വീണ്ടും നമുക്ക് ലീഫ് എടുക്കുന്നുണ്ട്, സ്റ്റെം റിമൂവ് ചെയ്യും. സോ ഇതാണ് ഇവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പം ചേച്ചി പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ റെഡി ഫോർ പാക്കിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. സോ ഇതിൽ നിന്നും നേരെ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ലേലം വിളിച്ച് അല്ലെങ്കിൽ ആ ബയേഴ്സ് ലേലം വിളിച്ചിട്ട് നേരെ അത് എക്സ്പോർട്ടിങ് പുറത്തേക്ക് യൂറോപ്പിലേക്കൊക്കെയാണ് പോകുന്നത്. യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടുത്തെ ഒരു ഫാക്ടറി നെയിം ആയിരിക്കണമെന്നില്ല.
അവരുടെ ഓൺ ബ്രാൻഡ് ആയിരിക്കും. ചേച്ചി നമുക്കപ്പോൾ ഇവിടെ എത്ര എസ്റ്റേറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നൊന്ന് പറയാം? നമുക്കെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വരുന്ന ലോക്കാട്, പിന്നെ നമ്മുടെ മാനില, പന്നയാറ്, പൂപ്പാറ, ആനയിറങ്ങൽ, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലീഫ് ഇവിടെ ഫാക്ടറിയിലോട്ട് വരുന്നത്. നമുക്ക് ഇവിടെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഹോൾ ദ ഇയർ ആണ്. ഹോൾ ദ ഇയർ നമ്മളെല്ലാ സീസൺ ഓഫ് സീസൺ ഒന്നുമില്ല. നമുക്ക് എല്ലാ ദിവസവും നമുക്കിവിടെ മാനുഫാക്ചറിംഗ് ഉണ്ട്. സൺഡേ നമുക്ക് പ്ലക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് സൺഡേ നമ്മൾ പ്ലക്കേഴ്സിന് ലീവാണ്. മൺഡേ ഫാക്ടറി ഹോളിഡേ ആണ്. സൺഡേ പ്ലക്കിംഗ് ഇല്ല, മൺഡേ പ്രൊഡക്ഷൻ ഇല്ല. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നമുക്ക് 24/6 ആണ്. 3 ഷിഫ്റ്റ്സ് വെച്ച് നമുക്ക് ഇവിടെ ഫാക്ടറി റണ്ണിങ് ആവും. വർക്കേഴ്സ് 8 to 5 ആണ് ടീ പ്ലക്ക് ചെയ്യുന്നത്. 8 to 5 ആണ്. ഇവിടെ നമുക്ക് 24 hours ആണ്. 3 ഷിഫ്റ്റ് ആയിട്ട് പ്ലക്ക് ചെയ്യുന്ന ലീഫ് നാളെ നമുക്ക് പാക്കിംഗ് ആയി പോകുന്നുണ്ട്. ഓക്കെ, വിതിൻ 1 ഡേയിലാണ് നമ്മുടെ റൂട്ടീൻ വർക്ക്. ഓക്കെ. സോ അപ്പം ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയൊരു താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വൈറ്റി. ഈ വൈറ്റി എന്ന് പറയുന്ന ടോപ്പ് ടെൻഡർ ബഡ് മാത്രം. ഈ ബഡാണ് നമ്മൾ മാനുവലായിട്ട് പ്ലക്ക് ചെയ്ത് റൂം ടെമ്പറേച്ചറിനകത്ത് ഡ്രൈ ചെയ്ത് പാക്കിങ്ങിന് പോകുന്നത്. ഇതാണ് വൈറ്റി. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ആക്ച്വലി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഗ്രീൻ ടീ. ഈ വൈറ്റും ഗ്രീനും എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. ടോപ്പ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ വൈറ്റും ഗ്രീനും. ഇതാണ് നമ്മുടെ ഗ്രീൻ ടീ. ഇതാണ് നമ്മുടെ ലോങ് ലീഫ് ബ്ലാക്ക് ടീ. നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിൽ കണ്ട ഔട്ട്പുട്ട് ലോങ് ലീഫ് ബ്ലാക്ക് ടീ ഓറഞ്ച് പെക്കോ എന്ന് പറയും. ഓറഞ്ച് പെക്കോ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഫ്ലേവർ അല്ല. നമുക്ക് ചായ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ലിക്വിഡ് എന്ന് പറയുന്ന മൈൽഡ് ഓറഞ്ച് കളർ ആയിരിക്കും. ഈ ഓറഞ്ച് പെക്കോ എന്ന് പറയുന്നത് കട്ടൻ ചായക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ലീഫ്. ഇതാണ് നമ്മുടെ ടോപ്പ് ക്വാളിറ്റി. ടിപ്പി ഫ്ലേവർ എന്ന് പറയും. നമ്മൾ റെഗുലർ ചായക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോപ്പ് ക്വാളിറ്റി. ഇതാണ് പൗഡർ. ഞാൻ പറഞ്ഞില്ലേ CTC വരുന്ന ഡസ്റ്റ് നമ്മുടെ അല്ല. നമ്മൾ CTC ഫാക്ടറി ഈ നമ്മൾ സ്റ്റെമ്മും ഫൈബർ ലീഫ് എല്ലാം കൂടെ ഇട്ട് അരച്ച് വരുന്നതാണ് ഈ പൊടി ഡസ്റ്റ്. ഇത് നമ്മുടെ അല്ല, നമ്മുടെ തന്നെ CTC ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് നമ്മുടെ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർത്തഡോക്സ് ആൻഡ് CTC എന്ന് പറയാം. മാർക്കറ്റിൽ കിട്ടുന്ന ഇലയെല്ലാം നമുക്ക് ഓർത്തഡോക്സ് ആണ്. ഈ പൗഡറും ഗ്രാനുവൽസും കിട്ടുന്നത് CTC ആണ്. നമുക്ക് നോർമൽ നമ്മൾ ചായ ഇടുന്നതെന്ന് പറയുന്നത് നമ്മൾ വെള്ളം തിളപ്പിക്കുക, പാല് തിളപ്പിക്കുക, അതിനകത്ത് ചായപ്പൊടി ഇട്ട് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചുകൂടാ. നോർമൽ ചോയ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെള്ളം തിളപ്പിക്കുക, ബബിൾസ് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക, ചായപ്പൊടി ഇട്ടിട്ട് 3 to 5 minutes വരെ അത് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്യുക, നമുക്ക് ലെമൺ ഹണി ആഡ് ചെയ്യുക, നമുക്ക് കുടിക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വിത്ത് മിൽക്ക് വിത്ത് ഷുഗർ നമ്മളെ ഹെൽത്തിക്ക് നല്ലതല്ല. ശരിക്കും ബ്ലാക്ക് ടീയും വൈറ്റ് ടീ ഗ്രീൻ ടീ പോലെ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം ചേച്ചി പറഞ്ഞതിൻ്റെ കൂടെ എല്ലാം നമുക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ബബിൾസ് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക, ചായപ്പൊടി ഇടുക, അത് 3 to 5 minutes വരെ അടച്ച് വെക്കുക, പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് കുടിക്കുക. നമ്മൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചുകൂടാ. നമ്മൾ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ഒറിജിനൽ കളർ, ഒറിജിനൽ ടേസ്റ്റ് എല്ലാം നമ്മൾ ലോസ് ചെയ്യും. ഇതാണ് നമ്മുടെ വൈറ്റ് ടീ വരുന്നത്. നമുക്ക് വരുന്നത് 100 gram പാക്കറ്റാണ്. ഇത് 100 gram 1518 വരും. ഡിസ്കൗണ്ട് പോയിട്ട് 1366 വരും ഒരു പാക്കറ്റിന്. ഇതാണ് നമ്മുടെ ഗ്രീൻ ടീ. 210 gram 320 വരും. ഡിസ്കൗണ്ട് പോയിട്ട് 288 വരും. ഇതാണ് നമ്മുടെ ലോങ് ലീഫ് ബ്ലാക്ക് ടീ ഓറഞ്ച് പെക്കോ. ഇത് ബ്ലാക്ക് ടീക്ക് മാത്രം, കട്ടൻ ചായക്ക് മാത്രമേ ഉള്ളതാണ്. 150 gram 300 വരും. ഡിസ്കൗണ്ട് പോയിട്ട് 288. ഇതാണ് നമ്മുടെ അടുത്തത് ടിപ്പി ഫ്ലേവറി. നമ്മൾ റെഗുലർ ചായക്ക് എടുക്കാൻ പറ്റുന്നത് 250 gram 230. ഡിസ്കൗണ്ട് പോയിട്ട് 207. ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടു. നമുക്ക് ഇതിലെല്ലാം ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷുഗർ എങ്ങനെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ? ആക്ച്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വിത്ത് മിൽക്ക് ആൻഡ് വിത്ത് ഷുഗർ നമ്മുടെ ഹെൽത്തി വൈസ് നല്ലതല്ല. അതിന് വേണ്ടിയിട്ട് ഹണി ലെമൺ ആഡ് ചെയ്ത് കുടിക്കുക. ബേസിക്കലി നമ്മൾ മിൽക്കും ഷുഗറും പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ മിൽക്ക് ടീ കുടിക്കുമ്പോൾ, പാൽച്ചായ കുടിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി പ്രോബ്ലം വരും. അതുകൊണ്ട് മിക്കവാറും ഇതിൻ്റെ കൂടെ ഈ ഹണി ലെമൺ ഏത് ചായ ആയാലും മിൽക്കും ഷുഗറും അവോയ്ഡ് ചെയ്യുക. ഇത് വൈറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഓൺലി ഹോട്ട് വാട്ടർ. ഗ്രീൻ ടീക്ക് വേണമെങ്കിൽ ഹണി ലെമൺ ആഡ് ചെയ്യാം. ബ്ലാക്ക് ടീക്ക് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ സ്കിപ്പ് ചെയ്യാം. മാക്സിമം കുടിക്കാം. ഓക്കെ.
അങ്ങനെ നമ്മൾ നമ്മുടെ ഫാക്ടറി വിസിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.